ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടേതായിട്ടുള്ള ബാല്യകാലം കുറച്ചൊക്കെ വിഷമതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമെങ്കിലും ആരോടും തന്നെ കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ ബുദ്ധിപരമായിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഇവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് തൻ്റെ കൂടെയുള്ളവരുടേതായിട്ടുള്ള സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായതുകൊണ്ട് അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്നവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. എന്നാലോ ഈ സഹായം കൈപ്പറ്റിയവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ ഇവർക്ക് വന്നാൽ ആ വിഷമതകളെ കുറേ സമയം മനസ്സിൽ സൂക്ഷിക്കുകയും പിന്നീട് പൂർണ്ണമായിട്ടും അവരെ അകറ്റി നിർത്തുന്നവരായിട്ടും കാണാറുണ്ട്. തന്നെ വിമർശിക്കുന്നവരെ ഇവർ പൊതുവെ ബഹുമാനിക്കാറില്ല. ശാന്തശീലരായിട്ടുള്ള സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം പ്രതിസന്ധികളെ മറികടക്കുവാനും ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ളതായ ഉണർവിനും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് ഈ വ്യാഴം കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്നത് കൊണ്ടും ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീനശക്തി മൂലം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ 2026 പുതുവർഷത്തിൽ. എന്നാൽ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു വർഷമാണ്. പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തോഷാധിക്യത്തിനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ വീട് വാങ്ങുന്നതിനോ നിലനിൽക്കുന്നതായിട്ടുള്ള വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനോ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരികയും സ്ഥാനക്കയറ്റം മൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ കഠിനാധ്വാനത്തിനും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ വളരെയധികം അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി ബിസിനസ് മേഖലകളെ പറ്റി നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് ചോതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിൽ വളരെ നല്ലതാണ്.